ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ ലാസ്റ്റ് വീഡിയോ മോത്തിച്ചൂർ ലഡു റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. ഇനി ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോത്തിച്ചൂർ ലഡു കേക്ക് ആയാലോ. ഏലക്കയുടെയും റോസ് മിക്സിൻ്റെയും ഓവറോൾ ഒരു ലഡുവിൻ്റെ ടേസ്റ്റുള്ള ഒരു കിടിലൻ ലഡു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ കണ്ടാലോ. ഫസ്റ്റ് ഞാൻ കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കണം. അതിൽ 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, പൊടിച്ചതില്ലെങ്കിൽ സാധാ നമ്മൾ പഞ്ചസാര ഇട്ടാലും മതി. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ടൈഗറിൻ്റെ റോസ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പാല് നല്ല ചൂടായതിന് ശേഷം കണ്ടൻസ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നല്ല തിളപ്പിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന മിൽക്കും. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് മൈദാമാവ് എടുക്കണം. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂണിൽ നിന്ന് കുറച്ച് ഉപ്പ് മതി ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. കൂടാതെ തന്നെ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. മാവ് അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യാം. വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിൽ 4 മുട്ട ഒഴിക്കണം. അതിലൊരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നല്ല മുട്ട ഫ്ലഫി ആയിട്ട് വരും, ഒരു ക്രീമി കളറാവും. മുട്ട നല്ല ക്രീമി കൺസിസ്റ്റൻസിയായി വൈറ്റ് കളർ ആവുമ്പോഴത്തേക്കും അതിൽ 3/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിൽക്ക് സിറപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സ്പോഞ്ചിന് ഒരു ഏലക്കയുടെയും റോസ് മിക്സിൻ്റെയും ഒക്കെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ചായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഇടുകയാണെങ്കിൽ നമുക്കതിൽ കറക്റ്റ് മിക്സായി കിട്ടത്തില്ല, ഉണ്ട കിട്ടും. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡോൾ കേക്കിൻ്റെ ട്രേയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലാണ് ഞാൻ കേക്ക് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ്. 3/4 മണിക്കൂർ കൂടുതലായി ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് നോക്കണം. വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വയ്ക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച മോത്തിച്ചൂർ ലഡുവിൻ്റെ ബൂന്തിയാണ്. അതും പിന്നെ മിൽക്ക് മിക്സും പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീമിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി റോസ് മിക്സ് ഒഴിച്ച് ബീറ്റ് ചെയ്തതാണ്. ഇനി ഫസ്റ്റ് ലെയർ വയ്ക്കുകയാണ്. ഓരോ ലെയറും ഓരോ സൈസാണ്. ആദ്യം ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്കാണ് വയ്ക്കുന്നത്, സ്പോഞ്ചാണ് വയ്ക്കുന്നത്. അത് മിൽക്ക് സിറപ്പ് വെച്ച് സോക്ക് ചെയ്തെടുക്കുകയാണ്. നല്ല സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലെയർ കറക്റ്റായി കിട്ടും. ഐസിങ് ചെയ്തതിന് ശേഷം നമ്മൾ ലഡുവിൻ്റെ ബൂന്തി നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, അത് ഇതുപോലെ ക്രംസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോഴത്തേക്ക് ലഡുവിൻ്റെ ടേസ്റ്റും ആ ഒരു ഏലക്കയുടെയും റോസ് മിക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. ഇനി 8 ഇഞ്ചിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ ലെയറിങ് ചെയ്ത് കൊടുക്കുന്നത്. തേർഡ് ലെയർ 7 ഇഞ്ച് തന്നെയാണ് വയ്ക്കുന്നത്. അത് ഐസിങ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ ഞാനൊരു ബൗൾ ഷേപ്പാക്കി എടുത്ത് വയ്ക്കുകയാണ്. നമുക്ക് ലഡുവിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിനാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. നമുക്കിപ്പോൾ ലഡുവിൻ്റെ ഷേപ്പ് വേണ്ടെങ്കിൽ സാധാ സ്പോഞ്ച് എടുത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്താലും മതി. നല്ല ടേസ്റ്റാണ്, ഏലക്കയുടെയും ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ലഡുവിൻ്റെ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ കേക്ക് ഐസിങ് ചെയ്തെടുത്താലും മതി ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വളയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് താഴേന്ന് ഇതുപോലെ മുകളിലോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്കൊരു സ്ഫിയർ ഷേപ്പ് കിട്ടും, ഒരു ലഡു ഷേപ്പ് കിട്ടും. ഇത് ക്രം കോട്ട് ചെയ്ത് വയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോട്ടിങ് ചെയ്ത് മെയിൻ കോട്ട് കണക്ക് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ബൂന്തി വെച്ച് കൊടുക്കും. കുറച്ചായിട്ടെടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. വിപ്പിംഗ് ക്രീമിൻ്റെ വൈറ്റൊന്നും കാണാത്ത രീതിയിൽ ഫില്ല് ചെയ്യണം. ബൂന്തി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ട് പ്രസ് ചെയ്യാവുള്ളൂ. ഭയങ്കര ഫോഴ്സിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലഡുവിൻ്റെ ഷേപ്പ് പോവും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കേക്ക് ഫുള്ള ലഡുവിൻ്റെ ബൂന്തി കൊണ്ട് കവർ ചെയ്തു. ഫുള്ള കവർ ചെയ്തതിന് ശേഷം ഒന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ലഡു വയ്ക്കാനുള്ള ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കപ്പ് കേക്ക് മോൾഡ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു 25 സെൻറ്റിമീറ്റർ അളവിനുള്ള സ്ക്വയർ ബട്ടർ പേപ്പർ എടുക്കുകയാണ്. അത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു 3 പ്രാവശ്യം മടക്കിയെടുക്കണം. മടക്കിയതിന് ശേഷം അത് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ വെച്ച് ഒരു മടക്കും കൂടെ മടക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു മുകളിലത്തെ ഭാഗം വരുന്ന ആ വാല് കണക്കിരിക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കണം.
എന്നിട്ട് നമ്മൾ ആ മടക്കിയ പോയിന്റില്ലേ അവിടെ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിന് ആ ഒരു ഭാഗം കൊണ്ട് ഒരു മടക്ക് കൊടുത്തിട്ട് ആ മടക്കിൽ നിന്ന് ഒരു 8 സെൻറ്റിമീറ്റർ നീളവും കൂടെ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ടെയിൽ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ 6 സെൻറ്റിമീറ്റർ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും അതിൻ്റെ മുകളിൽ വരുന്ന 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അമ്പർല കണക്കിരിക്കാനുമാണ്. ആ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് കണ്ടിട്ടില്ല, അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ 6 സെൻറ്റിമീറ്റർ വരുന്ന ആ ഭാഗം മടക്കിയിട്ട് അത് വിട്ട് മുകളിലോട്ട് സിക്സാക്കായിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം. നല്ല ചെറുതായിട്ട് തന്നെ ഇതുപോലെ സിക്സാക്കായിട്ട് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം കണ്ടോ, 6 സെൻറ്റിമീറ്റർ, അതാണ് ഇത്. ഇനി ആ ബട്ടർ പേപ്പർ കീറാതെ പതിയെ പതിയെ വിരിച്ചെടുക്കണം. നല്ല വിരിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് കപ്പ് കേക്കിൻ്റെ ആ ഒരു മോൾഡ് കിട്ടും. ഇനി ഉണ്ടാക്കിയ ബട്ടർ പേപ്പറിൽ കേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അതിനായിട്ട് ഒരു നല്ലൊരു ബോർഡ് എടുത്ത് അതിൽ ഈ മോൾഡ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ കേക്ക് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വച്ചതിന് ശേഷം കൈ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മോത്തിച്ചൂർ ലഡു കേക്ക് റെഡിയായി. നല്ല ഏലക്കേരയും റോസ് മിക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. മോത്തിച്ചൂർ ലഡുവിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു കേക്ക്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടും ഇരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.